വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി 9-ാം അധ്യായത്തിൽ 12 വർഷമായി രക്തസ്രാവം മൂലം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീയുടെ വിശ്വാസം വിവരിക്കുന്നു. ഒരു സ്ത്രീ യേശുവിന്റെ പിന്നിലൂടെ വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ അറ്റം സ്പർശിച്ചു. യേശുവിന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ അവൾക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അവൾ ഉടൻ സുഖപ്പെട്ടു. യേശു ജൈറസിന്റെ മകളെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അന്ധരായവർ യേശുവിനോട് കരുണ ചോദിച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടു അവർക്ക് കാഴ്ച ലഭിച്ചു. ഭൂതബാധിതനായ ഒരു മൂകന് യേശു ശാന്തി നൽകി. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു പട്ടണത്തിലുടനീളം സഞ്ചരിച്ചു, രോഗികളെ സുഖപ്പെടുത്തി. ജനങ്ങളെ കണ്ടപ്പോൾ അവൻ കരുണ കൊണ്ട് നിറഞ്ഞു. ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ വിളവിന്റെ ഭൂമിയിലേക്ക് വേലക്കാരയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. വിശുദ്ധ മത്തായി 10-ാം അധ്യായത്തിൽ യേശു തന്റെ 12 ശിഷ്യന്മാരെ വിളിച്ചു. അവർ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, സഹോദരൻ അന്ത്രയോസ്, സെബെദിയുടെ പുത്രനായ യാക്കോബ്, സഹോദരൻ യോഹന്നാൻ, പീലിപ്പോസ്, ബർത്തലോമിയോ, തോമസ്, ചുങ്കക്കാരൻ മത്തായി, ഹെൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കാനാൻകാരൻ ശിമയോൻ, യേശുവിനെ ഒറ്റിക്കൊടുക്ക യൂദാസ് കറിയോത്ത. അവർ ആദ്യം ഇസ്രായേലിന്റെ നഷ്ടപ്പെട്ട ആടുകളെ സമീപിക്കണം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കണം, രോഗികളെ സുഖപ്പെടുത്തുക, മരിച്ചവരെ ഉയർപ്പിക്കുക, കുഷ്ഠരോഗികളെ ശുദ്ധീകരിക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക എന്നീ കഴിവുകൾ അവർക്ക് നൽകി. സൗജന്യമായി ലഭിച്ചതിനാൽ സൗജന്യമായി നൽകണമെന്ന് കൽപ്പിച്ചു. ഞാൻ നിങ്ങളെ ചെന്നായ്ക്കളുടെ ഇടയിൽ ആടുകളെ പോലെ അയക്കുന്നു. അവർ കോടതികളിലും സിനഗോഗുകളിലും ഉപദ്രവിക്കപ്പെടുമെന്നാൽ പരിശുദ്ധാത്മാവ് അവർക്ക് സംസാരിക്കേണ്ട വാക്കുകൾ നൽകും. ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ടതില്ല, ആത്മാവിനെ നശിപ്പിക്കുന്നവനെ ഭയപ്പെടണം. ഒരു ചിറകറ്റ പക്ഷിയെപ്പോലും പിതാവിന്റെ അറിവില്ലാതെ നിലത്ത് വീഴുകയില്ല. യേശുവിന് മനുഷ്യരുടെ മുമ്പിൽ സമ്മതിക്കുന്നവരെ അവൻ പിതാവിന്റെ മുമ്പിൽ സമ്മതിക്കും. യേശുവിനെ അനുഗമിക്കുന്നത് കുടുംബത്തിൽ പോലും വിഭജനമുണ്ടാക്കാം. എന്നേക്കാൾ അപ്പനെയും അമ്മയെയും കൂടുതൽ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ ക്രൂശെടുത്ത് യേശുവിനെ അനുഗമിക്കുന്നവൻ മാത്രമാണ് യോഗ്യൻ. ശിഷ്യന്മാരെ സ്വീകരിക്കുന്നവർ യേശുവിനെ സ്വീകരിക്കുന്നു. ഒരു ചെറിയവന് പോലും ഒരു കപ്പ് വെള്ളം കൊടുക്കുന്നവർക്ക് പ്രതിഫലം നഷ്ടപ്പെടുകയില്ല. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണം.